എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനീസ ഷഫീഖ്. ഞാൻ ഷഫീഖ് ഇസ്മായിൽ. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നഹ്ൽ 119 മുതൽ 128 വരെയുള്ള ആയത്തുകൾ, പേജ് നമ്പർ 281. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായി തീരുകയും ചെയ്തവർക്ക് നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ നന്നായി പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. നിശ്ചയം ഇബ്രാഹിം അല്ലാഹുവിനോട് ഭക്തി അനുസരണമുള്ള ഋജുമാനസനായ ഒരു സമുദായം ആയിരുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവൻ, അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുക്കുകയും നേരെയുള്ള ഒരു പാതയിലേക്ക് അദ്ദേഹത്തെ അവൻ നയിക്കുകയും ചെയ്തിരിക്കുന്നു. വആതൈനാഹു ഫിദ്ദുനിയാ ഹസനഹ് വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇഹത്തിൽ അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തു. അദ്ദേഹം പരലോകത്തിലാകട്ടെ സദ്വൃത്തന്മാരിൽ പെട്ടവൻ തന്നെ. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. പിന്നീട് നിനക്ക് നാം വഹീ നൽകിയിരിക്കുന്നു. ഋജുമാനസനായ നിലയിൽ ഇബ്രാഹിമിന്റെ മാർഗത്തെ പിൻപറ്റണമെന്ന്. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായതുമല്ല. إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ശബ്ബത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഭിന്നാഭിപ്രായത്തിലായവരുടെ മേൽ മാത്രമാകുന്നു. നിശ്ചയമായും നിന്റെ റബ്ബ് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ വെച്ച് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനഹ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ضل عن سبيله وهو أعلم بالمهتدين. നബിയെ, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിത്വവും നല്ല സദുപദേശവും മുഖേന നീ ക്ഷണിച്ചുകൊള്ളുക. കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് വിവാദം നടത്തുകയും ചെയ്യുക. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് അവന്റെ മാർഗം വിട്ട് പിഴച്ചു പോകുന്നവരെ പറ്റി ഏറ്റവും അറിയുന്നവൻ. അവൻ തന്നെ നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി ഏറ്റവും അറിയുന്നവനുമാകുന്നു. وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ
ولئن صبرتم لهو خير للصابرين. നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെടുന്നത് പോലെയുള്ള നടപടി കൊണ്ട് പ്രതികാര നടപടി എടുത്തുകൊള്ളുവിൻ. നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലാകട്ടെ അത് ക്ഷമിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമം തന്നെയാണ് താനും. واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون. നീ ക്ഷമിച്ചുകൊള്ളുക, നിന്റെ ക്ഷമ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ലതാനും. അവരുടെ പേരിൽ നീ വ്യസനിക്കുകയും ചെയ്യരുത്. അവർ തന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ ആയിരിക്കുകയും അരുത്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. നിശ്ചയം അള്ളാഹു സൂക്ഷ്മത പാലിച്ചവനോട് കൂടെയാകുന്നു. യാതൊരു കൂട്ടർ സുഹൃതം പ്രവർത്തിക്കുന്നവരാണോ അവരോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.